ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 27. കുറച്ചുകൂടെ കഴുകി കൂട്ടി. പെൺകുട്ടികളായാലും ഇത്തിരി വണ്ണമൊക്കെ വേണം. ഇതിപ്പോൾ നിന്നെ കണ്ട 7-ലോ 8-ലോ പഠിക്കുന്ന പിള്ളേരെ പോലുണ്ട്. പാറുവിൻ്റെ പാത്രത്തിലേക്ക് കുറച്ചുകൂടി ചോറ് വിളമ്പിക്കൊണ്ട് ലക്ഷ്മി പരാതി പറഞ്ഞു. മതിയായിട്ടാ ലക്ഷ്മിയമ്മേ, ദേ ഇപ്പം തന്നെ പൊട്ടാറായി. വയറിന്മേൽ ഇടം കൈ കൊണ്ടൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൾ മുഖം ചുളുക്കി. ശേഷം തനിക്കെതിരായിരുന്നു അത്താഴം കഴിക്കുന്ന ഭദ്രന് നേർക്ക് പുച്ഛത്തോടെ ഒരു നോട്ടം എറിഞ്ഞു. ഇങ്ങനെ കോഴി കൊത്തിപ്പെറുക്കുന്ന പോലെ തിന്നിട്ടാ ഇതുപോലെ മെലിഞ്ഞിരിക്കുന്നേ. വല്ലതും വയർ നിറച്ച് വാരി കഴിക്കുമോളെ. ബൗളിലിരുന്ന അവശേഷിക്കുന്ന ചിക്കൻ്റെ ലെഗ് പീസ് കൂടി അവളുടെ പാത്രത്തിലേക്കായി ഇട്ടുകൊടുത്തവർ. അത് കണ്ടുകൊണ്ടിരുന്ന ഭദ്രൻ്റെ കണ്ണുകളൊന്ന് കൂർത്തു. ചിക്കൻ വാങ്ങുമ്പോൾ കിട്ടുന്ന ലെഗ് പീസെല്ലാം തനിക്കായി മാറ്റിവെച്ച് തരുന്ന അമ്മയാണ് ഇപ്പം എല്ലാം കൊണ്ടെടുത്ത് ഈ മൂദേവിയെ തീറ്റിക്കുന്നത്. ഉള്ളിൽ കലിപ്പുണ്ടായിരുന്നെങ്കിലും ഭദ്രൻ അത് അടക്കി പിടിച്ചുകൊണ്ട് പാത്രത്തിലേക്ക് മുഖം പൂഴ്ത്തി. വയറ് നിറഞ്ഞു പൊട്ടാറായെങ്കിലും മാരാരുടെ ദേഷ്യത്തോടെയുള്ള മുഖം കണ്ട് പ്ലേറ്റിലിരിക്കുന്ന ചിക്കൻ കാലെടുത്ത് വളരെ പതിയെ സ്റ്റൈലായി അത് കടിച്ചു പറിച്ച് കഴിക്കാൻ തുടങ്ങി പെണ്ണവൾ. ഏതോ സുന്ദരം കോഴിയുടെ കാലാണെന്ന് തോന്നുന്നു. എന്താ ടേസ്റ്റ്! അവൾ അതിനെ വർണ്ണിച്ചുകൊണ്ട് പതിയെ തിന്നുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഭദ്രനെ എരിവ് കയറ്റാനായി ഓരോരോ ഡയലോഗുകളും അടിച്ചു. എടാ, നീയൊന്നും കഴിച്ചില്ലല്ലോ, വിളമ്പിയത് അതുപോലെ തന്നെ ഇരിക്കുന്നു, മുഴുവനും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോടാ. തന്നെ കാണിക്കുവാനുള്ള പാറുവിൻ്റെ മനഃപൂർവ്വമുള്ള പ്രവർത്തികൾ കണ്ട് ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അവൻ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് കൈ കഴുകുവാനായി പോയി. അമ്മയുടെ പുന്നാര മോളെ ഊട്ടാൻ നോക്ക്. അതിന് മറുപടിയായി ഭദ്രൻ മനസ്സിൽ ഈർഷ്യയോടെ പെറുപെറുത്തു. എനിക്ക് ലെഗ് പീസ് തന്നത് ഭദ്രേഷിനെ ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കും അമ്മേ. അത് ഏട്ടന് കൊടുത്താൽ പോരായിരുന്നോ? ഇനിയിപ്പോൾ എനിക്കിതൊന്നും തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ലല്ലോ. കണ്ണുകൾ കൈവെള്ളം കൊണ്ട് അമർത്തി തിരുമ്മി കണ്ണുനീര് വരുത്തിച്ചുകൊണ്ട് അവൾ ചുണ്ടുകൾ പിളർത്തി വിതുമ്പുവാനായി തുടങ്ങി. അയ്യോ മോളെ, നീ കരയാതെ. അവനിപ്പോൾ അതൊന്നും തിന്നില്ലേലും കുഴപ്പമില്ല, നീ കഴിക്കും മോളെ. വിശപ്പില്ലഞ്ഞിട്ടാവും അവൻ എഴുന്നേറ്റ് പോയത്. അവരവളെ ആശ്വസിപ്പിക്കാനായി അരികിൽ കിടന്ന കസേര വലിച്ചിട്ടിട്ട് അതിലേക്കായി ഇരുന്നു. എന്നാലും എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ലക്ഷ്മിയമ്മേ. ഭദ്രേട്ടൻ കുറച്ചുപോലും ചോറുണ്ടില്ലല്ലോ. അവൾക്ക് മുൻപിൽ കൂടി ഭദ്രൻ കടന്നു പോയപ്പോൾ അവൻ കേൾക്കാൻ വേണ്ടി തന്നെ പാറു ഇത്തിരി ഉച്ചത്തിൽ തന്നെ കരഞ്ഞു. ക്ലാസ്സിൽ വെച്ച് അവൻ അപമാനിച്ച ഓരോ കാര്യങ്ങളും ഓർമ്മയിൽ വന്നപ്പോൾ പെണ്ണിന് ഭദ്രനോടുള്ള ദേഷ്യം കൂടിക്കൊണ്ടിരുന്നു. അവനൊരു നിമിഷം അവിടെ തന്നെ നിന്നു. ശേഷം തിരിഞ്ഞു നിന്നുകൊണ്ട് അവളെ നോക്കി ഒന്ന് ദഹിപ്പിച്ചു. ഭദ്ര, നീ എന്താ കഴിക്കാതെ പോന്നേ? വന്നിരുന്ന് ഉണ്ടിട്ട് പോടാ. ലക്ഷ്മി പറഞ്ഞുകൊണ്ട് അവനെയൊന്ന് നോക്കി. എനിക്ക് മതി. അവരെ നോക്കി അങ്ങനെ പറഞ്ഞിട്ടവൻ മുറിക്ക് നേരെ നടന്നു. ഒന്നാമതേ അമ്മയോട് തനിക്ക് സ്നേഹമില്ലെന്ന് പറഞ്ഞാണ് നടപ്പ്. ഇനിയിപ്പോൾ ഈ പീറപ്പെണ്ണിൻ്റെ അഭിനയത്തെക്കുറിച്ചെങ്ങാനും വാതുറന്ന് പറഞ്ഞ് അതിനും തന്നെ അമ്മ കുറ്റം പറയുള്ളൂ എന്ന കാര്യം അവൻ ഊഹിക്കാൻ പറ്റുന്നതായിരുന്നു. ഭദ്രൻ പോയി എന്നുറപ്പിച്ചതിന് ശേഷം അവൾ ആഹാരം വേണ്ടെങ്കിലും ഒരു വിധത്തിൽ കഴിച്ചിട്ട് എഴുന്നേറ്റു. പാറു കൈ കഴുകി വന്നപ്പോഴേക്കും ലക്ഷ്മി കഴിക്കുവാനായി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അമ്മേ, എൻ്റെ ഫോൺ വീട്ടിലാണ്. അമ്മയുടെ ഫോണുണ്ടെങ്കിൽ എനിക്കൊന്ന് തരുമോ? ഒരാളെ ഒന്ന് വിളിക്കാനാ. അവരുടെ അരികിലേക്ക് ചെന്നിരുന്നു കൊണ്ട് അവൾ ചോദിച്ചു. ഹാളിലെ ഷെൽഫിലിരിപ്പുണ്ട് മോളെ, പോയി വിളിച്ചോ. അവരൊരു പുഞ്ചിരിയോടുകൂടി സമ്മതം നൽകി. രോഹിതിനെ വിളിച്ച് സംസാരിക്കണമെന്ന ഒറ്റ ഉദ്ദേശത്തോടെ പെണ്ണൊട്ടൊരു സന്തോഷത്തോടെ ഹാളിലേക്ക് പാഞ്ഞു. ഈയിടെയായിട്ട് വിളി ഇത്തിരി കുറവാണ്. നാട്ടിൽ വന്ന ആദ്യ ദിവസങ്ങളിൽ വിളിച്ചിരുന്ന താല്പര്യം രോഹിത്തിന് തന്നോട് ഇല്ലാതാവുന്നുണ്ടോ എന്നൊരു സംശയം തനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഷെൽഫിലിരുന്ന ഫോണും കയ്യിലെടുത്തുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. ഫോണിൽ നമ്പർ ഡയൽ ചെയ്ത് അവൾ ചെവിക്കരികിലേക്കായി ഫോൺ വെച്ചു. ഹലോ. 2-3 ബെല്ലുകൾ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആളിൻ്റെ ശബ്ദം അപ്പുറത്തു നിന്നും അവൾ കേൾക്കുവാനായി സാധിച്ചു. ഹലോ രോഹിത്, ഞാനാ പാർവതി. ഇതേതാ പുതിയ നമ്പർ? ഇത് വീടിനടുത്തുള്ള ആൻറ്റിയുടെ നമ്പറാ. വീട്ടിലാരുമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു.
അവൾ വിവരിച്ചു. ആ, വിമലാൻ്റിയൊക്കെ ഇനിയെപ്പോൾ വരും? രോഹിത് ചോദിച്ചു. അറിയില്ല, താമസിക്കുമെന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞത്. നീ ഡിന്നർ കഴിച്ചാ പാർവതി? ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ. നീയോ? ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത്രയും പറഞ്ഞിട്ട് അവൻ കുറച്ചു നേരം മൗനമായിട്ടിരുന്നു. അവൻ്റെ നിശബ്ദത പെണ്ണിൽ ഇത്തിരി നൊമ്പരം പടർത്തി. നീ എന്താ രോഹിത് എന്നോടിപ്പോൾ പണ്ടത്തെ പോലെ സംസാരിക്കാത്തേ? കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ ഒട്ടൊരു സങ്കടത്തോടുകൂടി ആരാഞ്ഞു. നിനക്ക് തോന്നുന്ന പാർവതി, അങ്ങനൊന്നുമില്ല. അവൻ ഇത്തിരി പതർച്ചയോടുകൂടി തന്നെ പറഞ്ഞു. അല്ല, എന്നോട് എത്ര നേരം വേണമെങ്കിലും മടികൂടാതെ സംസാരിക്കുന്ന രോഹിത് തള്ളിത്. നീ ഇപ്പോൾ ഒരുപാട് മാറി. ചില ദിവസങ്ങളിൽ സംസാരിക്കുക പോലും ഇല്ല. ഞാൻ നാട്ടിൽ വന്നതുകൊണ്ടുള്ള പിണക്കാണോ, അതോ കണ്ണകലുമ്പോൾ മനസ്സകലുന്നത് പോലെ നീ എന്നെ മറന്നോ? അവസാന വാചകം ചോദിക്കുമ്പോൾ എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും ഉള്ളിലുള്ള സങ്കടം അവൾ അറിയാതെ തന്നെ പുറത്തേക്ക് തെറിച്ചിരുന്നു. നിനക്ക് തോന്നുന്നതാ പാർവതി. അവൻ വീണ്ടും അത് തന്നെ ഉരുവിടുന്നതല്ലാതെ മറ്റൊന്നും സംസാരിക്കുന്നില്ലെന്ന് കണ്ടതും പാർവതി ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും പെണ്ണിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അവൾക്കൊന്ന് ഉച്ചത്തിൽ കരയുവാൻ തോന്നി. പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് രോഹിതിൻ്റെ ഈ അകൽച്ച. പണ്ട് ഓരോ നിമിഷവും തൻ്റെ കാര്യങ്ങളെല്ലാം കരുതലോടെ കണ്ടറിഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നവനാണ്. നാട്ടിൽ വന്നപ്പോൾ തൊട്ട് ഓരോ ദിവസങ്ങളും കൂടുതൽ കൂടുതൽ അകലുന്നതറിഞ്ഞിട്ടും അതങ്ങനെയല്ല എന്ന് വിശ്വസിക്കുവാനാണ് താൻ അധികവും ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ വളരെ ഫോർമലായിട്ടുള്ള സംസാരം ഒഴിച്ചാൽ മറ്റൊന്നും തങ്ങളുടെ ഇടയിൽ വരാറില്ല എന്ന കാര്യം അവൾ പ്രത്യേകം ഓർത്തു. ഇനിയിപ്പോൾ അവനെന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവുമോ? ചിലപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടാണോ? അല്ലെങ്കിൽ തൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾ തങ്ങളുടെ കാര്യം അറിഞ്ഞതിന് ശേഷം അവനെ ഇതിൽ നിന്നൊക്കെ വിലക്കിയിട്ടുണ്ടായിരിക്കുമോ? ചിന്തകൾ കാട് പിടിച്ചപ്പോൾ അവൾ മുറ്റത്തേക്കിറങ്ങി. മനസ്സ് പ്രക്ഷുബ്ധമായതിനാലാവാം മുറ്റത്തെ വരണ്ട വെളിച്ചത്തെ പോലും മറികടന്ന് അവൾ മുന്നോട്ടേക്ക് നടന്നത്. ഭദ്രൻ്റെ മുറിയും കഴിഞ്ഞ് പെണ്ണ് ചെപ്പോ ചുവട്ടിലേക്ക് കാലുകൾ നീക്കി, അവൾ പോലും അറിയാതെ. ആ മരത്തിൻ്റെ ചുവട്ടിലെ വെറും മണ്ണിൽ അവൾ കൂനിക്കൂടിയിരുന്നു. അങ്ങോട്ടേക്ക് എന്തിനാണ് പോയതെന്നോ അവൾ എന്തിനാണ് താൻ ഇരിക്കുന്നതെന്നോ അവൾക്കറിയില്ലായിരുന്നു. ഏതോ ഒരദൃശ്യ ശക്തി അങ്ങോട്ടേക്ക് വലിച്ചടുപ്പിക്കുന്നത് പോലെ തോന്നി പെണ്ണിന്. പൊടുന്നനെ ഒരു തണുത്ത കാറ്റ് വീശി. കൂടെ തുള്ളിക്കൊരുകുടം പെയ്യുന്ന രീതിയിലുള്ള മഴയും, അതും കാലം തെറ്റി പെയ്യുന്നത്. എന്നിട്ട് അവൾ അതിൻ്റെ ചുവട്ടിൽ തന്നെ അനങ്ങാതിരുന്നു. പാറു, ആരോ തൊട്ടരികിലിരുന്ന് വിളിക്കുന്നത് പോലെ കേട്ടപ്പോഴാണ് അവൾ തലചരിച്ച് നോക്കിയത്. അപ്പോൾ അവൾ കണ്ടു സുന്ദരിയായ ഒരു യുവതി തനിക്കരികിലിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ. അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു മറന്ന ഒരു മുഖം പോലെയാണ് അവൾക്ക് തോന്നിയത്. ഒന്നും കൂടി മനസ്സിരുത്തി ഓർത്തെടുക്കാൻ ശ്രമിച്ചവൾ, എന്നെ മനസ്സിലായില്ലേ പാറു? വീണ്ടും അവർ ചോദിച്ചു. അപ്പോഴാണ് അവൾക്ക് തൻ്റെ അരികിലിരിക്കുന്ന യുവതിയെ മനസ്സിലായത്. നന്ദന ചേച്ചി. പാർവതി അത്ഭുതത്തോടെ മന്ത്രിച്ചു. ഫോട്ടോയിൽ കണ്ട അതേ മുഖം. അറിയാം ലേ? നന്ദന ചോദിച്ചപ്പോൾ അവൾ ഒരു പുഞ്ചിരിയോടുകൂടി തലയാട്ടി. എന്തുകൊണ്ടോ പാർവതിക്ക് അവരോട് പേടി തോന്നിയില്ല. വല്ലാത്തൊരാനന്ദം അവളെ അപ്പോൾ വന്നു പൊതിഞ്ഞു. അത്രയും നേരം മൂടിക്കെട്ടി നിന്ന മനസ്സിന് ഒരാശ്വാസം കിട്ടിയതുപോലെ. ആ സാമീപ്യം അവളെ അത്രയ്ക്ക് അടിമപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്തിനാ വന്നേ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. നിന്നെ കാണാൻ. അവരൊന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിന്? പാർവതിക്ക് സംശയമേറി. എൻ്റെ പാറൂട്ടിക്കൊരു സങ്കടം വരുമ്പോൾ ഞാനല്ലേ ആദ്യം ഓടി വരേണ്ടത്? നന്ദന മറു ചോദ്യം തൊടുത്തപ്പോൾ അവൾ മൗനമായിട്ടിരുന്നു. വേണമെന്നോ വേണ്ടെന്നോ അവൾ പറഞ്ഞില്ല. എന്തിനാണ് നിങ്ങളെന്നെ ആശ്വസിപ്പിക്കാനായി ഓടി വന്നതെന്ന ചോദ്യം മനസ്സിൽ തികട്ടിയെങ്കിലും അത് അവളിൽ നിന്നും പുറത്തേക്ക് വന്നില്ല എന്നതാണ് സത്യം. ഒരു പക്ഷേ ആ ചോദ്യം നന്ദനയെ വേദനിപ്പിക്കൂ എന്നവൾ ഭയന്നു. ഞാൻ ചേച്ചിയെന്ന് വിളിച്ചോട്ടെ? പാർവതി പ്രതീക്ഷയോടെ അതുമാത്രം ചോദിച്ചു. നീ അല്ലെങ്കിൽ പിന്നെ ആരാ അങ്ങനെ വിളിക്കാൻ എനിക്കുള്ളത്? നന്ദനയുടെ ആ മറുപടി അവളുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു.
ഞാനൊന്നാ മടി കിടന്നോട്ടെ, വല്ലാതെ തലവേദനിക്കുന്നു ചേച്ചി. ഒരമ്മയുടെ വാത്സല്യ ആ കണ്ണുകളിൽ കണ്ടതും പാറു ആശയോടെ കെഞ്ചി. വാ. കൈകൾ നീട്ടിക്കൊണ്ട് ആ ആത്മാവ് അവളെ മാടി വിളിച്ചു. പതിയെ ആ മടിയിൽ കിടന്നുകൊണ്ട് പാർവതി കണ്ണുകൾ അടയ്ക്കുമ്പോൾ രോഹിത് എന്നൊരു നാമം അവളുടെ ചിന്തയിൽ പോലും വന്നിരുന്നില്ല എന്നതായിരുന്നു സത്യം. ആ മഴ അവരിൽ പതിച്ചില്ല, കുളിര് കോരിയതുമില്ല. നന്ദനയുടെ ചുവന്ന ധാവണിയുടെ മുകളിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൾ പറ്റിച്ചേർന്ന് കിടന്നു. കോരിച്ചൊരുന്ന മഴയിൽ അവൾക്ക് കൂട്ടായി ആ ആത്മാവിരുന്നു. അപ്പോഴും അതിൻ്റെ കണ്ണുകൾ ജനാലയ്ക്കപ്പുറം തൻ്റെ ഫോട്ടോയിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്ന അവരുടെ പ്രാണൻ്റെ മേലായിരുന്നു. ഇനിയും കുറച്ച് നാളുകൾ കൂടി ഭദ്രേട്ട, നിന്റെ സങ്കടങ്ങളൊക്കെ തുടച്ചു മാറ്റാൻ ഇവള് മതിയാവും. ദേഹമില്ലാത്തവളുടെ കണ്ണുനീർ മഴയിൽ ലയിച്ച് എങ്ങോട്ടേക്കോ ഒലിച്ചു പോയിരുന്നു. അപ്പോൾ തുടരും കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് നാളെ തന്നെ ഉറപ്പായിട്ടും വരാം. എല്ലാവർക്കും ബൈ ബൈ. സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിട്ടിട്ട് പോണേ.